ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ M4M മോട്ടീവ് ഫോർ മർഡർ എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു എഴുത്തുകാരനെയാണ് കാണിക്കുന്നത്. ആ എഴുത്തുകാരൻ പല ഗവേഷണങ്ങൾക്കും ശേഷം ഭയങ്കരമായൊരു പുസ്തകം തയ്യാറാക്കുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് M4M. ഇതുവരെ എത്രയോ സൈക്കോകൾ നമ്മുടെ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അവരെക്കാളൊക്കെ ഭയങ്കരനായ കർണാടകയിലുള്ള ഒരു സൈക്കോയെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ പുസ്തകം പുറത്തിറങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവിടുത്തെ സർക്കാർ ഭയപ്പെടുന്നു. ഉടനടി ഈ പുസ്തകം നിരോധിക്കുകയും ചെയ്യുന്നു. കാരണം ആ പുസ്തകം പുറത്തു വന്നാൽ നമ്മുടെ നാട്ടിലെ പല രഹസ്യങ്ങളും പുറത്തറിയും. അതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ പുസ്തകങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഒരിടത്ത് സൂക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥ കാണിക്കുന്നു. ഇപ്പോൾ വലിയൊരു സെലിബ്രിറ്റിയെ കാണിക്കുകയാണ്. ഒരു വലിയ ബജറ്റ് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ഹോട്ടലിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ജ്യൂസ് കൊടുക്കുന്ന ഒരു പയ്യൻ അദ്ദേഹത്തിന് ജ്യൂസ് നൽകാനായി ആ വഴി നടന്നു പോകുന്നു. എന്നാൽ അവൻ ജ്യൂസ് കൊടുക്കാൻ മാത്രമായിരുന്നില്ല വന്നത്, അവിടെ ഒരു ആയുധം ഉപയോഗിച്ച് ആ നടനെ വളരെ ക്രൂരമായ രീതിയിൽ അവൻ കൊലപ്പെടുത്തുന്നു. കുറച്ച് സമയത്തിന് ശേഷം ബ്രേക്കിന് റൂമിലേക്ക് പോയ ആൾ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്ന് കരുതി പ്രൊഡക്ഷനിൽ നിന്ന് ആളുകൾ വന്ന് നോക്കുമ്പോൾ ആ നടൻ വസ്ത്രങ്ങളൊന്നുമില്ലാതെ വളരെ ക്രൂരമായ രീതിയിൽ മരിച്ചു കിടക്കുകയാണ്. ഇത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ അറിയിച്ചതോടെ എല്ലാവരും ഭയന്ന് വിറച്ച് അവിടെ വന്ന് നോക്കുകയും കുറച്ചു നേരത്തുള്ളിൽ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അതോടെ ഈ വാർത്ത മീഡിയകളിലൊക്കെ പരക്കുകയും നാട് മുഴുവൻ പരിഭ്രാന്തിയിലാവുകയും ചെയ്യുന്നു. ഇത്രയും വലിയൊരു നടന് പോലും നമ്മുടെ നാട്ടിൽ ഈ ഗതിയാണല്ലോ എന്നോർത്തിരിക്കുമ്പോൾ മറുവശത്ത് ഒരു ജേർണലിസ്റ്റ് പെൺകുട്ടിയെ കാണിക്കുന്നു. ഇതാണ് നമ്മുടെ സിനിമയിലെ നായിക. ഇവളുടെ പേര് രാധ എന്നാണ്. ഇവൾ സോഷ്യൽ മീഡിയ വഴിയും ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ നമ്മുടെ സിനിമയിലെ നായകൻ അവിടേക്ക് വരുന്നു. അദ്ദേഹം ഒരു ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ ആ നടന്റെ മൃതദേഹം അദ്ദേഹം വന്ന് പരിശോധിക്കുന്നു. എന്താണെന്ന് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിരിക്കുന്നുണ്ടല്ലോ. മൃതദേഹം ഇരിക്കുന്ന പോസ് തന്നെ വളരെ വിചിത്രമാണല്ലോ. എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്തു വെച്ചോ. ശരി, എനിക്ക് CCTV ക്യാമറകൾ പരിശോധിക്കണം. ഇവിടുത്തെ ഫുട്ടേജുകളെല്ലാം എനിക്ക് ശേഖരിച്ചു തരണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് താഴെ ഒരു ലോക്കറ്റ് കിടക്കുന്നത് നായകൻ കാണുന്നത്. അത് കഴുത്തിലണിയുന്ന എന്തോ ആണെന്ന് തോന്നി തെളിവിനായി അദ്ദേഹം അതെടുത്ത് സൂക്ഷിക്കുന്നു. കമ്മീഷണർ ഓഫീസാണ് കാണിക്കുന്നത്. കമ്മീഷണറാണ് ഇപ്പോൾ ഈ കേസ് നമ്മുടെ നായകനെ ഏൽപ്പിക്കുന്നത്. നായകന് വേണ്ടി അദ്ദേഹം ഒരു അന്വേഷണ സംഘത്തെയും രൂപീകരിച്ച് നൽകുന്നു. ആ വലിയ നടന് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാം കടുത്ത ദേഷ്യത്തിലായി പോലീസിനെ തന്നെയാണ് വഴക്ക് പറയുന്നത്. അതിനാൽ ദയവായി കഴിയുന്നത്ര വേഗത്തിൽ ഈ കേസ് അവസാനിപ്പിക്കണം എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നായകൻ തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ നായകൻ്റെ ഭാര്യയാണ് കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, നേരത്തെ കാണിച്ച ആ ജേർണലിസ്റ്റ് യുവതി തന്നെയാണ്. തങ്ങളുടെ വാർത്ത മാധ്യമങ്ങളിൽ നൽകുന്നതിനായി ഇതിനുശേഷം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്നവർ ഭർത്താവിനോട് ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഈ കേസ് ഏറ്റെടുത്തത്, കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരെ അവിടെ നിന്നും പറഞ്ഞേക്കുന്നു. അപ്പോഴാണ് നായിക ഒരു കോളേജിലേക്ക് വരുന്നത്. ആ കോളേജിൽ ജേർണലിസത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാനുണ്ട്. ഗസ്റ്റ് ലെക്ചറായിട്ടാണ് അവരവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ആ കോളേജിൽ ഒരു ടീച്ചറുണ്ട്. അതേ കോളേജിൽ ഋതിക എന്നൊരു വിദ്യാർത്ഥിനിയും ഉണ്ട്. ഇവർ പഠിക്കാൻ വളരെ മിടുക്കിയായ വിദ്യാർത്ഥിനിയാണ്. പ്രധാനമായിട്ടും ഈ ടീച്ചറോട് വളരെ അടുപ്പമുള്ള കുട്ടിയാണ്. അങ്ങനെ അവിടെ ക്ലാസ് എടുക്കാൻ നായിക വരികയും ഋതിക അവരെ തങ്ങളുടെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അവൾ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും ക്രിമിനൽ സൈക്കോളജിയെ കുറിച്ചുള്ള ഒരു വിഷയമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ നടന്റെ മൃതദേഹം പരിശോധിച്ച് ഡോക്ടറോട് വന്നിട്ട് നായകൻ സംസാരിക്കുന്നു. അതിൽ അയാളുടെ ശരീരത്തിൽ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. കൂടാതെ കഴുത്തിൽ ഒരു പാടുണ്ടായിരുന്നു എന്നും പറയുന്നു. ഇതിനെല്ലാം പുറമെ ആ നടൻ മരിച്ചു കിടന്നിരുന്ന പൊസിഷനില്ലേ, ആ പൊസിഷൻ ഒരു പ്രശസ്തമായ പെയിന്റിങ്ങിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ്. അതായത് ഒരു ഗ്ലാഡിയേറ്ററുടെ മരണം ചിത്രീകരിക്കുന്നത് പോലെയാണ് കൊലയാളി മൃതദേഹം അവിടെ വെച്ചിരിക്കുന്നത്. അതൊരു പ്രശസ്തമായ പെയിന്റിംഗ് ആണെന്ന് അവിടെ പറയുകയും അത് കേട്ട് നായകൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്യുമ്പോൾ ഏതാണ്ട് രണ്ടും ഒരേപോലെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹവും ഞെട്ടിപ്പോവാണ്. ഇവിടെ കോളേജിൽ പഠിക്കുന്ന ഋതിക എന്ന പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടി ഇപ്പോൾ ഒരു പയ്യനുമായി പ്രണയത്തിലാണ്. അവനെ കാണാൻ പോകുമ്പോൾ അവൻ കറുത്ത നിറത്തിലുള്ള വസ്ത്രവും തലയിൽ ഹുഡിയും ധരിച്ച് രഹസ്യമായി വന്ന് ഋതികയെ കണ്ട് സംസാരിക്കുന്നതായി കാണിക്കുന്നു. ഇതെല്ലാം ഋതികയുടെ ക്ലാസ്സിലുള്ള രോഹിത് എന്നൊരു പയ്യൻ വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നായകൻ കണ്ടെത്തിയിരുന്നല്ലോ, ആ പെയിന്റിങ്ങിന്റെ മാതൃകയിലാണ് സൈക്കോ ഇങ്ങനെയൊരു കാര്യം ചെയ്തതെന്ന്. അതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ശേഖരിക്കാൻ അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇതേ രീതിയിലുള്ള വിചിത്രമായ മൃതദേഹങ്ങൾ വല്ലതും ലഭിച്ചിട്ടുണ്ടോ? അതെല്ലാം ഒന്ന് ശേഖരിച്ച് എനിക്ക് തരണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇവിടെ ജേർണലിസ്റ്റായ നായികയും ആ നടൻ സ്ഥിരമായി പോകുന്ന ജിം, ഷോപ്പിംഗ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പോയി CCTV ഫുട്ടേജുകൾ ശേഖരിക്കുന്നു. അതിലെല്ലാം ആ നടനെ ഒരു അജ്ഞാതൻ പിന്തുടരുന്നത് അവർ മനസ്സിലാക്കുന്നു. ഒരിടത്ത് ആ വ്യക്തി ഒരു ജ്യൂസ് കടയിൽ നിന്നും പിന്തുടരുന്നുണ്ട്.
ആ ജ്യൂസ് കടയിൽ വന്ന് UPI ID വഴി അവൻ പണം അയച്ചിട്ടുണ്ടാവുമെന്ന് കരുതി അത് വച്ച് നടനെ പിന്തുടരുന്ന ആളെ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു. ഇവിടെ നമ്മുടെ നായകനൊപ്പമുള്ള പോലീസുകാർ ഒരു റിപ്പോർട്ട് നൽകുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രം ഇതുപോലുള്ള 20 സംഭവങ്ങൾ, അതായത് 20 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ലോക പ്രശസ്തമായ ഓരോ പെയിന്റിങ്ങിന്റെ മാതൃകയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതെല്ലാം ആ ഒരൊറ്റ സൈക്കോ തന്നെ ചെയ്തതായിരിക്കാം എന്നവർ പറയുന്നു. ഇത് കേൾക്കുന്ന നായകന് ഭയങ്കരമായിട്ട് ഞെട്ടലുണ്ടാവുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നവൻ ആ നടനെ മാത്രമല്ല ഇങ്ങനെ ചെയ്തത്, ഇതുപോലെ തുടർച്ചയായ പല കേസുകളും അവൻ്റെ പേരിലുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ കണ്ടെത്താനാകാതെ ഇത്രയും വർഷം ഇരുന്ന് പോയല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇവിടെ ഋതിക എന്ന പെൺകുട്ടി തങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസ്സിലെ രോഹിത് എന്ന പയ്യൻ ഋതിക ആ തൊപ്പി വെച്ച പയ്യനുമായി സംസാരിക്കുന്ന വീഡിയോ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കാണിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഋതിക കണ്ണു നിറഞ്ഞ് ആ ക്ലാസ് റൂമിൽ നിന്ന് ഓടിപ്പോകുന്നു. ഇവിടെ ഇപ്പോൾ ടീച്ചറും വന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് രോഹിത്തിനെ ഭയങ്കരമായ വഴക്ക് പറയുന്നു. ഇപ്പോൾ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നായകനും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും ചേർന്ന് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു. അതിൽ ഈ സൈക്കോയെക്കുറിച്ചും ഇതുവരെ അവൻ 20കളിൽ കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നു. അവനെ ഞങ്ങൾ തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ ഭയപ്പെടാതിരിക്കണം എന്നും അവർ പറയുന്നുണ്ട്. ഇവിടെ ജേർണലിസ്റ്റ് യുവതി സ്വന്തം HR-നോട് വന്നിട്ട് സംസാരിക്കുമ്പോൾ ആ HR M4M എന്നൊരു പുസ്തകത്തെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവും ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളും ഏതാണ്ട് ഒരേപോലെയാണ്. എന്നാൽ ആ പുസ്തകം ഇപ്പോൾ ആ എഴുത്തുകാരൻ്റെ കയ്യിലാണുള്ളത്. നിങ്ങൾ പോയി ആ എഴുത്തുകാരനെ കാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നായികയുടെ കമ്പനിയിലേക്ക് ഒരു പാഴ്സൽ വരുന്നു. എന്താണ് പാഴ്സൽ എന്ന് അവർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു കത്തുണ്ട്. അതിൽ വാർണിംഗ് എന്നെന്തോ എഴുതിയിട്ടുണ്ട്. അതിനു പുറമെ അതിലൊരു പെൻ ഡ്രൈവും ഉണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ആ സൈക്കോ ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പോലീസുകാരും ജേർണലിസ്റ്റുകളും എന്നെ വളരെ തീവ്രമായി അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഇതിനൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല. ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതേ മാതൃകയിൽ ഞാൻ വേറൊരു സംഭവം ചെയ്യും. അപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാവും പറയുന്നു. ഇത് കാണുന്ന TV ചാനലുകാർ ഭയങ്കര ടെൻഷനിലാവുന്നു. ഉടൻ തന്നെ ആ HR തങ്ങളുടെ TV-യിൽ അത് സംരക്ഷണം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ നായിക ആ എഴുത്തുകാരനെ കാണാനായി വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട് തേടി വന്ന് ഒരു സഹായം വേണമെന്ന് ചോദിക്കുന്നു. എന്ത് തരം സഹായം? നിങ്ങളുടെ പുസ്തകം ആവശ്യമുണ്ട്. ആ M4M എന്ന പുസ്തകം മാത്രം തരാൻ കഴിയുമോ? കാരണം ആ പുസ്തകം വായിച്ചാൽ ഒരുപക്ഷെ ഇപ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേസിൽ വലിയൊരു സൂചന ലഭിച്ചേക്കാം. നിനക്ക് എത്ര ധൈര്യം കോടതി നിരോധിച്ച ഒരു പുസ്തകം എന്നോട് വന്ന് ചോദിക്കാൻ? മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോ, ഇല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ വളരെ മോശമായിരിക്കും എന്ന് പറഞ്ഞ് ആ എഴുത്തുകാരൻ നായികയെ പുറത്താക്കിയിട്ട് ജനലിലൂടെ നായികയെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നു. കട്ട് ചെയ്താൽ ആ നടൻ ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അയാളെ കൊലപ്പെടുത്താൻ ഒരാൾ പിന്നാലെ നടന്നിട്ടുണ്ടെന്ന് നായകൻ മനസ്സിലാക്കുന്നു. ജിമ്മിലും പുറത്തുള്ള കടകളിലെല്ലാം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയായ ആ ജേർണലിസ്റ്റാണ് ആ ഡേറ്റ ശേഖരിച്ച് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് എന്ന് പോലീസുകാർ പറയുന്നു. അപ്പോൾ നായകനും അവനായിരിക്കും സൈക്കോ എന്ന് സംശയിക്കുന്നു. ഉടൻ തന്നെ ആ വ്യക്തി അന്വേഷിച്ച് നായകൻ പുറപ്പെടുന്നു. അപ്പോഴാണ് ആ വ്യക്തി മറ്റാരുമല്ല തൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വ്യക്തമാവുന്നത്. ഇപ്പോൾ അവിടെയും വരാണ്. ആ വ്യക്തിയെ പിടികൂടി നീയാണോ അതെല്ലാം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അല്ല സർ, ഞാൻ ആ നടന് ഒരുപാട് പണം കൊടുത്ത് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് സർ എന്നവൻ പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷം നൽകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുത്താനോ ഞാൻ പിന്നാലെ നടന്നത്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തെ ഇത്ര ക്രൂരമായി ചെയ്തത് ഞാനല്ല സർ. പ്ലീസ് സർ, എന്നെ വിടണം എന്നവൻ കെഞ്ചുന്നു. ആ പെൻഡ്രൈവിൽ ആ സൈക്കോ അടുത്തതായി മറ്റൊരു സംഭവം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, അതെങ്കിലും നമ്മൾ തടഞ്ഞു നിർത്തണം എന്ന് നായകൻ കരുതാണ്. വീണ്ടും കമ്മീഷണറുമായി ചേർന്ന് നായകൻ ഒരു ഇൻ്റർവ്യൂ നൽകുകയും അതിൽ ഒരു GPS നായകൻ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന വാലന്റൈൻസ് ഡേ ആ സൈക്കോ മറ്റൊരു സംഭവം ചെയ്യുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവൻ യുവാക്കളെയായിരിക്കും ലക്ഷ്യം വയ്ക്കുക. അതിനാൽ ഈ റെഡ് GPS എന്ന GPS എല്ലാവരും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അത് ഓണാക്കി വെക്കണം. നിങ്ങൾക്ക് അപകടം വന്നാൽ ഒറ്റ ക്ലിക്ക് മാത്രം ചെയ്യണം. പോലീസ് അവിടെ കുറച്ച് സമയത്തിനുള്ളിൽ എത്തും എന്നും പറയാം. ആ നാട്ടിലുള്ള എല്ലാവരും സുരക്ഷിതരാണോ എന്ന് കൺട്രോൾ റൂമിലിരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നായകന് ഒരു പെൺകുട്ടിയുടെ കോൾ വരുന്നത്. സർ, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഒരു റൂമിൽ വന്നതാണ് സർ. ആ റൂമിൽ പെട്ടെന്ന് മാസ്ക് വെച്ച ഒരു അജ്ഞാതൻ എന്നെ ഉപദ്രവിക്കാൻ വന്നു സർ. പേടിയാവുന്നു എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നു. ആ ഫോണിൻ്റെ സിഗ്നൽ വെച്ച് നായകൻ ആ സ്ഥലത്തേക്ക് വേഗത്തിൽ പോകുന്നു. എന്നാൽ നായകൻ എത്തും മുമ്പേ ആ സൈക്കോ ആ പെൺകുട്ടിയെയും അവളോടൊപ്പം ഉണ്ടായിരുന്ന കാമുകനെയും കൊലപ്പെടുത്തുന്നു. അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് രണ്ടുപേരുടെയും മുഖത്ത് വെളുത്ത നിറത്തിലുള്ള ഒരു തുണിയിട്ട് മൂടിയിട്ട് അവൻ ആ സ്ഥലത്തു നിന്നും പോകുന്നു. ഇതും നായകൻ കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ സംഭവം ഒരു പ്രശസ്തമായ പെയിന്റിങ്ങിനെയാണ് കുറിക്കുന്നതെന്ന് വ്യക്തമാവുന്നത്. എത്ര പ്ലാൻ ചെയ്തിട്ടും ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് കരുതി വീണ്ടും ആ സൈക്കോയോട് നായകൻ പരാജയപ്പെടുന്നു. നായകന് അവിടെ കമ്മീഷണറിൽ നിന്നും കോൾ വരുന്നു. എന്ത് പണിയാടാ അതൊക്കെ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവസാനം പ്രസ് മീറ്റൊക്കെ നടത്തിയിട്ടും നിനക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ മീഡിയയോട് ആരും മറുപടി പറയും? നമ്മളെല്ലാവരെയും ജനങ്ങൾ ചീത്ത വിളിക്കില്ലേ എന്ന് അദ്ദേഹം വിലപിക്കുന്നു. ഇപ്പോൾ പുറത്ത് മീഡിയക്കാരെല്ലാം വന്നു നിൽപ്പുണ്ട്. അതിൽ നായകന്റെ ഭാര്യയും ഉണ്ട്. എന്താ സാർ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും സൈക്കോയോട് തോൽക്കുകയാണല്ലോ. ജനങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് നിങ്ങൾക്ക് നാണക്കേടല്ലേ എന്നൊക്കെ അവർ ചോദിക്കുന്നു.
ദയവായിട്ട് ഇതുപോലെ ക്രൈം സീനിൽ വന്ന് ശല്യപ്പെടുത്താതിരിക്കുക, ഇവിടെ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും നായകൻ ഓടിച്ചു വിടുന്നു. ഇപ്പോൾ നായകൻ്റെ ഭാര്യയായ രാധ നായകൻ്റെ അരികിൽ വന്ന് പറയുന്നുണ്ട്, M4M എന്നൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ ചില സൂചനകളുണ്ടെന്നും ആ സൂചനകളുമായി ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് സാമ്യമുണ്ടെന്നും ഞാൻ കേട്ടു. അതിനായി ഞാൻ ആ എഴുത്തുകാരനെ പോയി കണ്ടു. എന്നാൽ ആ എഴുത്തുകാരൻ തനിക്ക് ആ പുസ്തകം നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. എല്ലാ സത്യങ്ങളും അങ്ങനെ അവൾ പറയാണ്. അപ്പോൾ നായകൻ പറയുന്നു, ശരി, ഞാൻ വരാൻ എൻ്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് പോയി ചോദിക്കാം, അതുമാത്രം കിട്ടിയാൽ നമുക്കത് വലിയൊരു സഹായമായിരിക്കും. അങ്ങനെ അടുത്ത ദിവസം നായകനും നായികയും രണ്ടുപേരും കൂടി ആ എഴുത്തുകാരനെ വന്ന് കാണുന്നു. ആ എഴുത്തുകാരനോട് വളരെ ക്ഷമയോടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഏതാണ്ട് 22 പേര് ഇതേ മാതൃകയിൽ മരിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അതിനെല്ലാം കാരണം ആ സൈക്കോയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ആ പുസ്തകമെങ്കിലും ഞങ്ങൾക്ക് തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ എഴുത്തുകാരൻ ഒന്ന് ചിരിച്ചിട്ട് പറയുന്നത്, 5 വർഷം മുമ്പ് ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ ഈ സർക്കാർ അവരുടെ പ്രതിച്ഛായ രക്ഷിക്കാൻ എൻ്റെ മേൽ കുറ്റം ചുമത്തി എൻ്റെ പുസ്തകം തന്നെ നിരോധിച്ചു. എന്നാൽ ഇപ്പോൾ അവർക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെന്നോ? ശരി, ഇതുവരെ നിങ്ങൾ കേസ് അന്വേഷിച്ചത് ആ സൈക്കോ എവിടെയുണ്ട് എന്ന രീതിയിലാണല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു കോണിലൂടെ അന്വേഷിച്ചിട്ടുണ്ടോ? അതായത് ഇതുവരെ ആ സൈക്കോയുടെ കയ്യിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധായകന്റെ ഫോട്ടോ ആ വ്യക്തി നായകന് നൽകുന്നു. ആരാണ് സർ ഇദ്ദേഹം? ഇപ്പോൾ ഏതാണ്ട് ഒരു 30 വർഷം മുമ്പ് പ്രശസ്തനായിരുന്ന ഒരു സംവിധായകനാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംവിധായകന് ആ സൈക്കോയിൽ നിന്നും ഒരു ആക്രമണം നേരിട്ടു. ആ ആക്രമണത്തിൽ ആ സംവിധായകൻ മരിച്ചുപോയെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ആ സംവിധായകന്റെ ഭാര്യ അരികിൽ വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ശ്വാസമുള്ളതായി അവർ ശ്രദ്ധിച്ചു. അതിനുശേഷം രഹസ്യമായി അദ്ദേഹത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനാവില്ല, ഒന്നും ശ്രദ്ധിക്കാനും കഴിയില്ല. കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ച് ആ സൈക്കോ ആരാണെന്ന് കണ്ടുപിടിച്ചോളൂ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെടുന്നു. പോകുന്ന വഴിയിൽ നായകൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുവരെ മരിച്ചവരെല്ലാം കുറച്ച് പ്രശസ്തരായ വ്യക്തികളാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നവരാണ്. പിന്നീട് നടന്മാരും സംവിധായകരും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സൈക്കോ പ്രശസ്തരായ വ്യക്തികളെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. നായികയോട് ആ എഴുത്തുകാരൻ പറഞ്ഞ സംവിധായകനെ പോയി കാണാനും ഞാൻ മറ്റു കാര്യങ്ങൾ നോക്കാമെന്നും പറഞ്ഞ് ആ ജോലി അദ്ദേഹം വിഭജിച്ച് നൽകുന്നു. അപ്പോഴാണ് അവസാനം ഫോൺ ചെയ്ത ആ പെൺകുട്ടിയില്ലേ, അതായത് റൂമിൽ നിന്നും കോൾ ചെയ്ത പെൺകുട്ടി, അവൾ ആ സൈക്കോയുടെ കയ്യിൽ ഒരു തൃശൂലം ടാറ്റു ഉണ്ടായിരുന്നതായി പറയുന്നതായി ഓർക്കുന്നത്. ഇവിടെ നായിക ആശുപത്രിയിലേക്ക് വരികയും ആ സംവിധായകനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സംവിധായകൻ അവിടെ വരികയും അദ്ദേഹത്തോട് നിങ്ങൾക്ക് ആ സൈക്കോയെ കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം അവിടെ മാറുന്നതായും കാണിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഒരു മറുപടിയും പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ആ നടൻ ഉണ്ടായിരുന്നില്ലേ, അയാളുടെ ഷൂട്ടിംഗ് സ്പോട്ടിലുണ്ടായിരുന്ന മുഴുവൻ യൂണിറ്റിനെയും വിളിച്ച് അവരോടെല്ലാവരോടും നായകൻ അന്വേഷിക്കുകയാണ്. അതിൽ ആ ക്യാമറാമാൻ പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ യൂണിറ്റിലുണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ തൃശൂലം ടാറ്റു കണ്ടതായി എനിക്ക് ഓർമ്മയുണ്ട്. ഉടനെ അവിടെയുള്ള ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ എന്നിവരുടെ ഫൂട്ടേജുകളെല്ലാം വാങ്ങി നോക്കുമ്പോൾ അതിൽ കറുത്ത നിറത്തിലുള്ള തൊപ്പിയും കറുത്ത വസ്ത്രവും ധരിച്ച ഒരാൾ ദുരൂഹമായി നടക്കുന്നത് നായകൻ ശ്രദ്ധിക്കുന്നു. അവൻ്റെ പേര് ജഗദീഷ് എന്നാണെന്നും അവൻ പരോളിൽ പുറത്തിറങ്ങിയതാണെന്നും നായകന് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന സൈക്കോ ഈ ജഗദീഷാണ്, ഇവനാണ് എല്ലാത്തിനും കാരണം എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. ഉടനെ ന്യൂസിലൊക്കെ ഈ വിവരങ്ങൾ നൽകുകയും എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റർ ഒട്ടിച്ച് ഈ ജഗദീഷിനെ വളരെ തീവ്രമായി അന്വേഷിക്കുകയും ചെയ്യുന്നു. ജയിലിൽ ജഗദീഷ് ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയായിരുന്നു എന്ന് അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ ധാരാളം ചിത്രങ്ങൾ വരയ്ക്കുമെന്നും ഭിത്തിയിൽ പോലും ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഇതോടെ നായകൻ 100% ഉറപ്പിക്കുന്നു. അപ്പോൾ നായകന് ആ ജഗദീഷിൽ നിന്ന് തന്നെ കോൾ വരുന്നു. നീ എന്നെ തന്നെയാണ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം, എന്നാൽ നിനക്ക് ഞാനൊരു സർപ്രൈസ് നൽകാം എന്ന് പറഞ്ഞ് ശ്മശാനത്തിലേക്ക് വരാൻ പറയാണ്. നായകൻ അവിടെ വന്നൊരു ശവപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ ഇതുവരെ ആ സൈക്കോ കൊലപ്പെടുത്തിയ എല്ലാ വ്യക്തികളുടെയും അടയാളങ്ങൾ അതിലുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതിൽ എഴുതിയിട്ടുമുണ്ട്. ഇത് കാണുന്ന നായകൻ ഭയന്ന് വിറയ്ക്കുകയാണ്. അപ്പോഴാണ് നായകനെ ദൂരെ നിന്ന് ആ ജഗദീഷ് നിരീക്ഷിക്കുന്നതായി കാണിക്കുന്നത്. ഇപ്പോൾ ജഗദീഷിന്റെ ഫോട്ടോസൊക്കെ പുറത്തു വന്നല്ലോ, അതെല്ലാം ആ ടീച്ചർ കാണുന്നുണ്ട്. അയ്യോ, എൻ്റെ വിദ്യാർത്ഥി ഋതികയുടെ കാര്യമാണല്ലോ എന്നവർ പറയാണ്. എന്താണ് ഋതിക എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അന്ന് ഋതിക കറുത്ത തൊപ്പി വെച്ചൊരു പയ്യനുമായി സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ആ പയ്യൻ തന്നെയാണ് ഈ ജഗദീഷ്. അങ്ങനെ ഈ ഋതിക ഈ ജഗദീഷിന്റെ കാമുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഋതികയെ കോൾ ചെയ്ത് നോക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ പോലീസിനോടും ഈ വിവരങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ഒരു സൈക്കോയെ അല്ല, 2 സൈക്കോകളെയാണ്. ഒരുപക്ഷെ ഋതികയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം എന്ന് കരുതുകയാണ്. ഋതികയുടെ ഫോൺ സിഗ്നൽ വെച്ച് അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാമെന്ന് കരുതി എല്ലാ സ്ഥലങ്ങളിലും അവർ അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു ലോഡ്ജിലെ CCTV ക്യാമറയിൽ ഈ ജഗദീഷിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുന്നു. അവൻ അവിടെ റൂം എടുത്തിട്ടുണ്ടെന്നും വ്യക്തമാവുന്നുണ്ട്. ആ റൂമിൽ വന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഋതികയുടെ ക്ലാസ്മേറ്റ് ആയ ആ രോഹിത് ഇല്ലേ, അവരെ വീഡിയോ എടുത്തവൻ, അവൻ്റെ ഫോൺ അവിടെയുള്ളത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത ലക്ഷ്യം ആ രോഹിത് ആയിരിക്കുമോ എന്നവർ ഭയപ്പെടുന്നു. ഇവിടെ ആ ടീച്ചറില്ലേ, അവർക്ക് ഋതികയുടെ മൊബൈലിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നു. മാം, കുറച്ച് അത്യാവശ്യമായി കാണണം മാം, ഈ പഴയ കമ്പനിയിലേക്ക് വരാമോ എന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ടീച്ചറും ആ പഴയ കമ്പനിയിലേക്ക് വരുന്നു.
അവിടെ വരുന്ന ടീച്ചർ ഇത് എത്ര തകർന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഋതിക നിൽക്കുന്നത് അവർ കാണുന്നത്. നീ ഇവിടെ എന്ത് ചെയ്യാണ്? നിനക്കും ആ സൈക്കോയ്ക്കും എന്തോ ബന്ധമുണ്ടല്ലോ, എന്താ പരിപാടി എന്ന് ചോദിക്കുകയാണ്. മാം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, പ്ലീസ് മാം ഒന്ന് കേക്ക് എന്ന് ഋതിക പറയാൻ വരുന്നു. എന്നാൽ ടീച്ചർ വല്ലാതെ ഭയന്നു പോകുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ സൈക്കോയായ ജഗദീഷും ആ സ്ഥലത്തുള്ളതായി ടീച്ചർ കാണുന്നു. എന്നെ കൊലപ്പെടുത്താനാണോ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഞാൻ ഇവിടെ നിന്ന് ഓടുകയാണെന്ന് പറഞ്ഞ് അവർ വേഗത്തിൽ കാറിലേക്ക് ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നായകൻ കൺട്രോൾ റൂമിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു പാഴ്സൽ വരുന്നു. ആ പാഴ്സലിൽ നിനക്കുള്ളതാണിത് എന്ന് പറഞ്ഞ ഒരു പെൻ ഡ്രൈവ് ഉണ്ട്. ആ പെൻ ഡ്രൈവ് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ആ സൈക്കോയാണ് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത ടാർഗറ്റ് ആരാണെന്ന് നിങ്ങളോട് പറയേണ്ട കടമ എനിക്കുണ്ട്. അതായത് എൻ്റെ അടുത്ത ലക്ഷ്യം ഋതികയാണ് എന്ന് പറയുന്നു. ദൈവമേ, ഇപ്പോൾ കാമുകിയായ ഋതികയെ തന്നെയാണോ ആ ജഗദീഷ് കൊലപ്പെടുത്താൻ പോകുന്നത്? എങ്ങനെയെങ്കിലും ഋതികയെ രക്ഷിക്കണം എന്നവർ കരുതുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ അങ്ങോട്ടേക്ക് ആ ടീച്ചർ ഓടി വരികയാണ്. താൻ ഇപ്പോഴാണ് ആ ജഗദീഷിനെ കണ്ടതെന്നും ഋതികയുടെ കൂടിയാണ് ജഗദീഷ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു. വേഗം പോയാൽ ഋതികയെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ ആ പഴയ കമ്പനിയിലേക്ക് പോലീസിനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഋതികയുടെ കഥ ആ സൈക്കോ കഴിച്ചിരുന്നു. അങ്ങനെ ഋതികയും ഒരു പ്രശസ്തമായ പെയിന്റിങ്ങിന്റെ സ്റ്റൈലിൽ ഇരുത്തിയിട്ടാണ് അവൻ പോയത്. ഇപ്പോൾ ഋതികയുടെ മൃതദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായകന് മറ്റൊരു മെസ്സേജ് വരുന്നു. എൻ്റെ അടുത്ത ലക്ഷ്യം നാളെ സിനിമാ തിയേറ്ററിലാണ് എന്ന് സൈക്കോ അയച്ചതാണ് അത്. നമ്മളോട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവൻ ഇതൊക്കെ ചെയ്യുകയാണല്ലോ, ഇതിനെങ്ങനെ തടയുമെന്ന് നായകനൊന്നും മനസ്സിലാവുന്നില്ല. നായകന്റെ ഭാര്യയെ വിളിച്ചിട്ട് ആ സൈക്കോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന ഓരോ നീക്കവും അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മളോട് തന്നെ വെല്ലുവിളിച്ച് അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വിലപിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് സിനിമാ തിയേറ്ററുകളുണ്ട്, ഏത് തിയേറ്ററിലായിരിക്കും അവൻ ഉണ്ടാവുക എന്നൊരു ചോദ്യം നായകനുണ്ടാവുന്നു. അപ്പോഴാണ് നായിക അവിടേക്ക് വരുന്നത്. ഇതുവരെ അവൻ കൊലപ്പെടുത്തിയ വ്യക്തികളുടെ ഏരിയകൾ എവിടെയാണെന്ന് നോക്കിയാൽ അതൊരു സർക്കിൾ ആകൃതിയിലാണ് വരുന്നത്. അങ്ങനെ ആ സർക്കിൾ ഈ തിയേറ്ററിൻ്റെ അടുത്താണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പോവേണ്ടത് ഈ തിയേറ്ററിലേക്കാണ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ അവർ പറയുന്നു. ഇപ്പോൾ അവിടെ മഫ്റ്റിയിലും ചില പോലീസുകാരെ നായകൻ നിർത്തുകയാണ്. എന്നാൽ അവിടെ വലിയൊരു ടെസ്റ്റ് നടക്കുന്നു. ആ തിയേറ്ററിന് കമ്മീഷണർ തന്നെ വന്ന് സുരക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മീഷണറുടെ കഥ തന്നെ സൈക്കോ കഴിക്കുന്നു. അതെ, ആ സൈക്കോ ഇപ്പോൾ ലക്ഷ്യം വെച്ചത് ആ കമ്മീഷണറെ തന്നെയാണ്. നായകൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ സ്ഥലത്തേക്ക് വരുന്നു. കഷ്ടം, പൊതുജനങ്ങളെ രക്ഷിക്കാമെന്ന് കരുതിയപ്പോൾ കമ്മീഷണർക്ക് തന്നെ ഈ ഗതി വന്നല്ലോ. ഇപ്പോൾ പോലീസിനെ എല്ലാവരും ചേർന്ന് കീറി മുറിക്കുകയാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇപ്പോൾ അവിടേക്ക് ഒരു പുതിയ കമ്മീഷണർ വരുന്നു. നായകനെയും അവരുടെ ടീമിനെയും എല്ലാവരെയും ഇരുത്തിയിട്ട് അദ്ദേഹം ഭയങ്കരമായ വഴക്ക് പറയുകയാണ്. ഇതിനു മുകളിലും നമ്മൾ ക്ഷമയോടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ആ സൈക്കോയെ നിങ്ങൾ എവിടെ കണ്ടാലും തോക്ക് ഉപയോഗിച്ച് അവന്റെ കഥ കഴിക്കണം. നിങ്ങൾക്ക് എൻകൗണ്ടർ ചെയ്യാനുള്ള അനുമതി ഞാൻ നൽകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നായകന് ഇതൊരു വലിയ കാര്യമായി തോന്നുന്നു. പുതിയ കമ്മീഷണർക്ക് നന്ദി പറഞ്ഞിട്ട് ആ സൈക്കോയെ അവർ തീവ്രമായി അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് നായികയെ കാണാൻ വേണ്ടി ആ എഴുത്തുകാരൻ വരുന്നത്. ഞാനും ഓരോ ദിവസവും ഈ കേസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്മീഷണറുടെ കഥ കഴിഞ്ഞതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയമാവുന്നുണ്ട്. അതിനാൽ ഇതിനുശേഷവും ഈ രഹസ്യം മറച്ചു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ച ആ പുസ്തകം നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞിട്ട് ആ M4M എന്ന പുസ്തകം എഴുത്തുകാരൻ നൽകുന്നു. ഇത് നന്നായി ശ്രദ്ധിച്ച് വായിക്കണം. നിങ്ങളുടെ കൂടെ തന്നെ ആ സൈക്കോ ഉണ്ടാവും. ആരെയും നിങ്ങൾ അശ്രദ്ധമായി വിടരുത്. എല്ലാവരെയും സംശയിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ നായകൻ ആ തിയേറ്ററിലെ CCTV ഫൂട്ടേജുകളിൽ ജഗദീഷ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ആ കൗണ്ടിൽ വന്ന് ടിക്കറ്റ് എടുത്തത് ആ ജഗദീഷ് ആണെന്ന് വ്യക്തമാവുന്നു. അപ്പോൾ വീണ്ടും ഈ ജഗദീഷ് എന്ന സൈക്കോ തന്നെയാണ് വന്ന് കമ്മീഷണറെ കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന് ഉറപ്പാവുന്നു. ഇവിടെ നായിക ആ പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ ഒരു സൈക്കോയെ കുറിച്ച് എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അവൻ പൂർണ്ണമായിട്ടും ലോകത്തുള്ള പ്രശസ്തമായ പെയിന്റിങ്ങുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പലരുടെയും കഥ കഴിച്ചിട്ടുള്ളതെന്നും അതിൽ ആ സംവിധായകൻ ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹത്തെയും അവൻ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോയോടെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിലൊരു ലോക്കറ്റ് ഉള്ളതായി നായിക ശ്രദ്ധിക്കുന്നത്. ഈ ഡോളറല്ലേ മുമ്പ് ക്രൈം സീനിൽ നിന്നും നായകന് ലഭിച്ചത്? അപ്പോൾ ആ ഡോളർ സംവിധായകൻ്റെതാണെങ്കിൽ അതെങ്ങനെ ഈ സൈക്കോയുടെ കയ്യിൽ വന്നെത്തും എന്നൊരു ചോദ്യം അവർക്കുണ്ടാവുന്നു. ഉടനടി ആശുപത്രിയിലേക്ക് വരികയാണ്. ആ സംവിധായകനെ കണ്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങളുടെ കഴുത്തിൽ ഒരു ഡോളർ ഉണ്ടായിരുന്നില്ലേ, ഈ ഡോളർ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പോയത്, ഇതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നിർമ്മല എന്നൊരു പേര് പറയുന്നു. ആരാണ് ഈ നിർമ്മല എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല എന്നത് ഒരു നടിയുടെ പേരാണെന്നും പറയുന്നു. ആ നടിയുമായി ഇദ്ദേഹം പ്രണയത്തിലായിരുന്നുവെന്നും ആ നടിക്ക് ഒരു മകൻ ഉണ്ടായിരുന്നുവെന്നും ആ മകനാണ് താൻ ഈ ഡോളർ സമ്മാനമായി നൽകിയതെന്നും സംവിധായകൻ പറയുന്നു. ആ പയ്യൻ തന്നെയാണ് ഇപ്പോഴുള്ള ഈ സൈക്കോ എന്നവർ മനസ്സിലാക്കുന്നു. അവൻ ആ വയസ്സിൽ തന്നെ അല്പം അബ്നോർമൽ ആയിട്ടാണ് പെരുമാറിയിരുന്നത്. അവന് പെയിന്റിങ്സ് എന്നാൽ ജീവനാണ്. വീട്ടിൽ ഒരുപാട് പെയിന്റിങ്ങുകൾ വരച്ചു വയ്ക്കും. അവൻ കുറച്ച് അബ്നോർമൽ ആയതുകൊണ്ട് അവൻ്റെ അമ്മ ഇടയ്ക്കിടെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അവനെ കാണിക്കുമെന്നും ഒരു പക്ഷേ അവൻ ആ ചികിത്സ എടുത്തില്ലെങ്കിൽ ഒരു മൃഗത്തെ പോലെ അവൻ പെരുമാറുമെന്നും അദ്ദേഹം പറയുന്നു. ഒരു ഘട്ടത്തിൽ അവൻ ആ ചികിത്സ ഉപേക്ഷിച്ചതായി തോന്നുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇപ്പോൾ അവനൊരു സൈക്കോയായി മാറിയത്. അവനെ ഒന്ന് കരുതിയിരിക്കണം എന്നവർ പറയുന്നു. ഇപ്പോൾ അവൻ ആ ചികിത്സ നൽകിയ ഡോക്ടറെ പോയി കാണണം എന്ന് കരുതി നായിക പുറപ്പെടുന്നു. അവിടെ ശാന്തി അമ്മ എന്നൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അവരെ വന്ന് കണ്ട് നായിക പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ജഗദീഷിനെ കുറിച്ചുള്ള വാർത്തകളെല്ലാം. ആ ജഗദീഷ് നിങ്ങളുടെ അടുത്താണ് ചികിത്സ എടുക്കുന്നതെന്ന് അവർ പറഞ്ഞു. അതായത് നിർമ്മല എന്ന നടിയുടെ മകൻ. അവനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ജഗദീഷ് എന്ന പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. നിർമ്മലയുടെ മകന്റെ പേര് ജിതിൻ എന്നാണ് എന്നൊരു പുതിയ ട്വിസ്റ്റ് അവർ പറയുന്നു. ആ പയ്യന് ഒരുതരം മാനസിക രോഗമുണ്ടായിരുന്നുവെന്നും ആ രോഗമുള്ളവർ പ്രശസ്തരായ വ്യക്തികളെ ഉപദ്രവിച്ച് അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരാണെന്നും അതുകൊണ്ടാണ് ആ ജിതിൻ ഇപ്പോൾ സൈക്കോയായി മാറി നാട്ടിലെ പ്രശസ്തരായ ആളുകളെ ഉപദ്രവിച്ച് സന്തോഷം കണ്ടെത്തുന്നതെന്നും അവരവിടെ പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ എങ്ങനെയൊക്കെയോ ആ ജഗദീഷിനെ പിടികൂടുന്നു. അങ്ങനെ ആ ജഗദീഷിനോട്, എടാ സൈക്കോ, പെട്ടോ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, മര്യാദയ്ക്ക് സത്യം പറടാ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ജഗദീഷും, സർ ഇതെല്ലാം ചെയ്യുന്നത് ഞാനല്ല സർ, എന്നാൽ സംഭവം നടന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു സർ എന്ന് പറയുന്നത്. സത്യത്തിൽ ആ വലിയ നടനായ രഞ്ജിത്തിനെ ഞാൻ കൊലപ്പെടുത്തണമെന്ന് കരുതിയിരുന്നു. അതിനായി വിഷമൊക്കെ ഞാൻ കലർത്തിയിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് മറ്റൊരു വ്യക്തിയാണ് വന്ന് ആ വലിയ നടനെ കൊലപ്പെടുത്തിയത് സർ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്റെ ഫോട്ടോയൊക്കെ CCTV ക്യാമറയിൽ വന്ന് ഞാൻ പെട്ടു. അതുകൊണ്ട് പോലീസിൽ കീഴടങ്ങാമെന്ന് കരുതി നിങ്ങളെ തേടി വന്നപ്പോൾ നിങ്ങൾ ശ്മശാനത്തിൽ ഇരുന്നുകൊണ്ട് ഏതോ തലകളൊക്കെ നോക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ മേൽ കുറ്റം ചുമത്തി കേസ് അവസാനിപ്പിക്കുമോ എന്ന ഭയത്താൽ ഞാൻ ഒളിച്ചു നടക്കുകയായിരുന്നു സർ. അതുമല്ല, ഋതിക എന്ന പെൺകുട്ടിയെ ഞാൻ വളരെ തീവ്രമായി പ്രണയിച്ചിരുന്നു സർ. അത് ആ രോഹിത് എന്ന പയ്യൻ വീഡിയോ എടുത്ത് ഋതികയെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ആ രോഹിത്തിന്റെ ഫോൺ വാങ്ങി ഞാൻ എൻ്റെ റൂമിൽ വെച്ചിരുന്നത്. ആ ഫോണാണ് സാർ നിങ്ങൾ പിടിച്ചെടുത്തത്. ഈ സത്യങ്ങളൊക്കെ ഋതിക അവളുടെ മാമിനോട് പറയണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു സാർ. അതുകൊണ്ടാണ് മാമിനെ വിളിക്കാൻ വേണ്ടി പഴയ കമ്പനിയിലേക്ക് വരാൻ പറഞ്ഞത്. എന്നാൽ ആ മാം ഭയന്നുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി. ഞാനും ആ മാമിന് പിന്നാലെ ഫോളോ ചെയ്തു പോയ സമയത്താണ് ഋതികയെ വന്ന് ആ സൈക്കോ കൊലപ്പെടുത്തിയത് സാർ എന്നവൻ പറയുന്നു. ഇപ്പോൾ ആ ജഗദീഷിനെയും നായകൻ ജയിലിലിടാം എന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ ജഗദീഷ് ജയിലിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ആരോ ആ ജഗദീഷിനെ രക്ഷപ്പെടുത്തുന്നു. അടുത്ത ദിവസം രാവിലെ നായകൻ മറ്റൊരു ക്രൈം സീൻ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ ജഗദീഷിന്റെ കഥയും ഇപ്പോൾ ആ സൈക്കോ തീർത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ആ സൈക്കോ എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നുണ്ട്. മറുവശത്ത് നായകന്റെ ഭാര്യയായ നായിക നായകനെ വന്ന് കണ്ടു പറയുന്നുണ്ട്, ഞാൻ ഏതാണ്ട് ആ സൈക്കോ ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവൻ്റെ പേര് ജഗദീഷ് അല്ല, അവൻ ജിതിൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ പറഞ്ഞ എല്ലാ സത്യങ്ങളും നായകനോട് വരുമെന്ന് പറയുന്നു. അവനുള്ള രോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഓരോ മനുഷ്യനും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹത്തെ അവർ ഫോൺ വാൾപേപ്പറായി വെക്കുകയോ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് പോലെയോ സൂക്ഷിക്കും. അവന് ഈ പ്രശസ്തരായ വ്യക്തികളെ കൊലപ്പെടുത്തണം എന്നൊരാഗ്രഹമാണ്. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയും അത് അവന് വളരെ ഇഷ്ടപ്പെട്ട പെയിന്റിങ്ങുകൾ വെച്ചാണ് ചെയ്യുന്നതെന്നും പറയുന്നു. അതുമല്ല, ആ ഡോക്ടർ പറഞ്ഞു ജിതിന്റെ അമ്മയായ നടി നിർമ്മല കുറച്ചു നാൾ മുമ്പ് അവരുടെ ജീവിതം അവസാനിപ്പിച്ചു, അതായത് ആത്മഹത്യ ചെയ്തു. അതുകൊണ്ടാണ് ഇവൻ ചികിത്സയില്ലാതെ ഇങ്ങനെ ദേഷ്യക്കാരനായി മാറിയതെന്നും ആ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു. ഇതെല്ലാം വെച്ച് ഇപ്പോൾ പോലീസുകാരും ജിതിൻ തന്നെയാണ് സൈക്കോ എന്ന് ഉറപ്പുവരുത്തുകയും ആ സൈക്കാട്രിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് നിന്നും ജിതിന്റെ പഴയ ഫോട്ടോകൾ വാങ്ങി വരികയും ചെയ്യുന്നു. ആ ഫോട്ടോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ട് സൈക്കോയെ വളരെ തീവ്രമായി തന്നെ അന്വേഷിക്കുന്നു. ഇതാണ് നമുക്കുള്ള അവസാനത്തെ അവസരം. നമ്മൾ എന്തെങ്കിലും പാഴാക്കി കളഞ്ഞാൽ അതിനുശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതാണ്. നായകന് തന്റെ കൂടെയുള്ള ഒരു എസ്ഐയുടെ മേൽ തന്നെ സംശയം വരുന്നു. അദ്ദേഹം എപ്പോഴും ക്രൈം സീനിലേക്ക് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ SI തന്നെയാണോ എന്ന് നായകന് ഒരു ചിന്ത വരുന്നു. ഇപ്പോൾ ആ SI തന്നെ വന്ന് ഒരു പെൻഡ്രൈവ് നൽകുന്നു. ആ പെൻഡ്രൈവ് അന്ന് കമ്മീഷണർ മരിച്ചു കിടന്ന സ്ഥലത്ത് നിന്നും എടുത്തതാണ് സാർ. ഒരുപക്ഷെ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞേക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കുന്നു. ആ പെൻഡ്രൈവ് നോക്കുമ്പോഴാണ് അത് നായകന്റെ ഭാര്യയായ നായികയുടെ പെൻഡ്രൈവ് ആണെന്ന് നായകന് മനസ്സിലാവുന്നത്. അദ്ദേഹം ഞെട്ടിപ്പോവാണ്. തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ഈ വിവരം പറയുന്നു. അവരും ഞെട്ടിപ്പോകുന്നു. അപ്പോഴാണ് അവർക്കൊരു ചിന്ത വരുന്നത്. കുറച്ചുനാൾ മുമ്പ് തൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്യൂണിന്റെ കയ്യിൽ ഈ പെൻഡ്രൈവ് ഞാൻ കൊടുത്തതാണല്ലോ. HR-ന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ കൊടുത്തത്, അതെങ്ങനെ കമ്മീഷണർ മരിച്ചു കിടന്ന സ്ഥലത്ത് പോയി എന്നൊരു ചോദ്യം ഉയരുന്നു. ഉടൻ നായകനെ വിളിച്ചിട്ട് എനിക്ക് ആ സൈക്കോ ആരാണെന്ന് മനസ്സിലായി, അവൻ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും നായികയും ആ സൈക്കോ തട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ നായകൻ വളരെ ധൃതിയിൽ തൻ്റെ ഭാര്യയെ രക്ഷിക്കാനായി അവരുടെ ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒരു വണ്ടി വെച്ച് സൈക്കോ നായകൻ്റെ ഭാര്യയെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ആ വണ്ടി എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. നായികയെ ആ സൈക്കോ കൂട്ടിക്കൊണ്ടുവന്ന് ഒരിടത്ത് വെച്ച് തൻ്റെ മാസ്ക് ഊരുമ്പോഴാണ് അത് നായികയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്യൂണാണെന്ന് ഉറപ്പാവുന്നത്. അങ്ങനെ നായികയുടെ കൂടെ തന്നെ നിന്ന് അവർ ചെയ്യുന്ന ഓരോ കാര്യവും ഇവൻ എങ്ങനെയാണ് അറിഞ്ഞിരുന്നതെന്ന് വ്യക്തമാകുന്നു. ഇങ്ങനെ അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ മമ്മി പാറ്റേണിൽ നായികയുടെ കഥ ആ സൈക്കോയ്ക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. നായികയ്ക്ക് ഇതുപോലൊരു അപകടം വരുമെന്ന് കരുതി നായകൻ അവരുടെ ഫോണിൽ തന്നെ ഒരു GPS വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വന്ന് ആ സ്ഥലത്ത് വെച്ച് സൈക്കോയോട് സറണ്ടർ ആവാൻ പറഞ്ഞിട്ട് അവൻ്റെ കഥയും നായകൻ തീർക്കുന്നു. അത്രയേ ഉള്ളൂ, ശല്യം ഒഴിഞ്ഞു. ഇതിനുശേഷം എല്ലാം ശുഭമായി അവസാനിക്കാൻ പോകുന്നു എന്ന് കരുതി ഇവരെല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ മറ്റൊരു ട്വിസ്റ്റ് കാണിക്കുന്നത്. നായിക അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആ സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ വന്ന് കാണുന്നു.
നിങ്ങൾ തന്ന ഇൻഫർമേഷൻ കാരണമാണ് ആ ജിതിൻ എന്ന സൈക്കോയെ പിടിക്കാൻ കഴിഞ്ഞത്. അടുത്തത് നിങ്ങളെ എങ്ങനെ പിടിക്കാം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന അവരൊരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഞെട്ടുകയാണ്. ഞാനോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നായിക പറയുന്നത്, എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ. ആ സൈക്കോയുടെ പോക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിങ്ങൾ കൊടുത്ത മരുന്നുകളാണ് ഉണ്ടായിരുന്നത്. അതിലൂടെ നിങ്ങളാണ് ആ സൈക്കോയെ പറഞ്ഞു വിട്ട് ഇത്രയും സംഭവങ്ങൾ ചെയ്യിപ്പിച്ചതെന്നും ഉറപ്പായിട്ടുണ്ട്. അവന് തെറ്റായ മരുന്നും മറ്റു പലതും നിങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സൈക്കോയ്ക്ക് പറഞ്ഞ അതേ രോഗം അവന് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ പ്രശസ്തമായ വ്യക്തികളെ കൊലപ്പെടുത്തുന്നതിലൂടെ ഒരു സന്തോഷം ലഭിച്ചിരുന്നു. പ്രധാനമായിട്ടും ഋതികയുടെ ചെയിനും നിങ്ങളുടെ ആശുപത്രിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും സത്യം സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ആ ഡോക്ടറും ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ഈ സത്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായല്ലോ, അപ്പോൾ നിനക്കിനി ഇതിനു ശേഷം പുറത്തു പോകാൻ കഴിയില്ല എന്നവർ പറയുന്നു. എന്നാൽ അതിനിടയ്ക്ക് പോലീസ് പട അവിടെ എത്തുകയാണ്. എന്നാൽ ആ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്, ഇതിനു ശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം അവർ തന്നെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു എന്ന് കരുതിയ നായകൻ അങ്ങനെ ഹാപ്പിയായി പുറത്തു വരുന്നു. എന്നാൽ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. നായകനോട് പറയുന്നുണ്ട്, ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് ചികിത്സ എടുക്കാൻ ഈ ജിതിൻ മാത്രമല്ല വന്നത്, ഇവനെ പോലെ ഒരു കൂട്ടം തന്നെ ഇവരുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ തനിക്കുള്ള രോഗത്തെക്കുറിച്ച് സംസാരിച്ച് ആ സൈക്കോകളിലേക്കും അത് കടത്തിവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 22 സംഭവം നടന്നത് ഈ ജിതിൻ കാരണം മാത്രമല്ല, ഇതുപോലെ നാട്ടിൽ പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ പല സൈക്കോകളെയും പിടിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നായകൻ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സൂചന നൽകി ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.